ഹൗ ടു ഡു ഡീപ് ഫോക്കസ്. നമ്മൾ ഒരു കാര്യത്തിൽ ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീപ് ഫോക്കസ് നശിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയണം. ഒന്നാമത്തത് മൾട്ടി ടാസ്കിങ്. നമ്മൾ ഓരോ പ്രാവശ്യം മൾട്ടി ടാസ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ടൈം സേവ് ചെയ്യാണെന്ന്. നമ്മളാണ് മൾട്ടി ടാസ്ക് ചെയ്യുന്നത്. നമ്മൾ ബ്രെയിൻ ചെയ്യുന്നത് ടാസ്ക് സ്വിച്ചിങ് ആണ്. ഒരു ടാസ്ക് പോയി വേറൊരു ടാസ്കിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് റീസെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ കുറച്ച് സെക്കൻഡ്സ് എടുക്കും. വേറെ മാത്രമല്ല, നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ടാസ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തിങ്കിങ് കപ്പാസിറ്റിയാണ് അവിടെ ഡിസ്റ്റർബ് ആവുന്നത്. രണ്ടാമത്തത് എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസ്. ഫോൺ, നോട്ടിഫിക്കേഷൻസ്, സോഷ്യൽ മീഡിയ, ഗെയിംസ്. നമുക്ക് ഡോപ്പമിൻ തരുന്ന എന്തും. നമ്മൾ ഹ്യൂമൻ ബ്രെയിൻ ഓൾറെഡി വയർഡാണ്. എവിടെയാണ് ഡോപ്പമിൻ ഉള്ളത് അവിടെ പോവാം. മൂന്നാമത്തത് ഇന്റേണൽ ഡിസ്ട്രാക്ഷൻസ്, അതായത് ഇമോഷണൽ ഡിസ്ട്രാക്ഷൻസ്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ, ഈ കാര്യം ചെയ്ത് നമുക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഈ കാര്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നോക്കുക. അപ്പൊ നമ്മൾക്ക് എപ്പോഴും ഇത് അവോയ്ഡ് ചെയ്യണം എന്നുള്ള തോട്ട് കാരണം തന്നെ ആ ഒരു ടാസ്കിൽ നമുക്ക് ഡീപ് ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇനി എങ്ങനെയാണ് ഒരു ടാസ്ക് ചെയ്യുമ്പോൾ ഡീപ് ഫോക്കസ് ചെയ്യുക? നമ്മൾ ആദ്യം ആ ടാസ്കിനെ ചെറിയ ഡീപ് ഫോക്കസ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ പോർഷൻസ് ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്യുന്നതിന്റെ ആ ഒരു എൻഡിൽ നമുക്ക് കോഗ്നിറ്റീവായിട്ട് നല്ല ടയർഡ്നെസ് തോന്നും, മെന്റൽ ടയർഡ്നെസ്, മെന്റൽ ഫെറ്റിഗ് തോന്നും. ആ സമയത്ത് ആ ടയർഡ്നെസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഷോർട്ട് ബ്രേക്സ് എടുക്കുക. ഷോർട്ട് ബ്രേക്സ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും സോഷ്യൽ മീഡിയ ആയിരിക്കരുത് ബ്രേക്ക്. നമ്മൾ സ്ക്രോൾ ചെയ്യാൻ പാടില്ല. പകരം ഒരു ഷോർട്ട് വാക്ക്, നമുക്ക് ഇഷ്ടപ്പെട്ട ഹെൽത്തി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആരോടെങ്കിലും സംസാരിക്കുക. പിന്നെ ഡീപ് ഫോക്കസ് ആണ് നമ്മുടെ പ്ലാൻ എങ്കിൽ ഒരു സമയത്ത് ഒരു ഗോൾ മാത്രം ചെയ്യുക, ഒരു പണി മാത്രം ചെയ്യുക. നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഒരു ഗോൾ മാത്രം ഉണ്ടാവുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് ഒഴിവാക്കുക. ഫോൺ ഉണ്ടെങ്കിൽ ദൂരെ വെക്കുക. ആരെങ്കിലും കോൾ ചെയ്യാനുണ്ടെങ്കിൽ ആ കോൾസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ടാസ്കിലേക്ക് ഫോക്കസ് ചെയ്യുക. പിന്നെ ഏതൊരു ടാസ്കും നല്ല ഫോക്കസിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പോയിന്റിൽ ഫ്രസ്ട്രേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ട് ആ വർക്ക് അവോയ്ഡ് ചെയ്ത് ഓടിപ്പോവരുത്. ആ ഫ്രസ്ട്രേഷൻ നമ്മൾ ഫീൽ ചെയ്യണം. കാരണം ഈ ഫ്രസ്ട്രേഷന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനും ന്യൂറൽ സർക്യൂട്ട്സും നമ്മുടെ ലിമിറ്റ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ആ ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന കാര്യം സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് ഒരു വേറൊരു ലെവലിലേക്ക് അഡാപ്റ്റഡ് ആവും. നമുക്കിത് കണ്ടിന്യൂ ചെയ്യാനും പറ്റും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഉറക്കം. എല്ലാവരും 6 മുതൽ 8 മണിക്കൂർ വരെ ഡെയിലി ഉറങ്ങാൻ ശ്രമിക്കണം. ലാസ്റ്റ് പോയിന്റ്, നമുക്കൊരു തോട്ടോ പ്ലാനോ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എഴുതി വെക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് വർക്ക് ചെയ്യാൻ തുടങ്ങുക. നമ്മുടെ തോട്ട്സും പ്ലാൻസും ആക്ഷൻസ് ആയിട്ട് മാറുമ്പോൾ നമ്മൾ ബ്രെയിനിൽ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ചെയ്ത ഒരു ഫീൽ ഉണ്ടാവും. അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യും. നമുക്ക് ഇനിയും പ്ലാൻസും തോട്ട്സും അത് ആക്ഷൻസിലാക്കി മാറ്റാനുള്ള ഒരു കോൺഫിഡൻസ് എന്തായാലും തരും. വേൾഡ് ഇപ്പം വളരെ കോമ്പറ്റീറ്റീവാണ്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആ കോമ്പറ്റീറ്റീവ് വേൾഡിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ഒന്നിക്കൽ നിങ്ങൾ ചെയ്യുന്ന ടാസ്കിൽ നിങ്ങൾക്ക് നല്ല ഫോക്കസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എല്ലാവരുടെയും ഫോക്കസ് നിങ്ങളിലേക്ക് വലിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം.